വൈകുന്നേരം നേരത്തെ വരാം. കാവൽ പോകാൻ റെഡിയായിരുന്നു. പോകുന്ന വഴി നമുക്ക് ഷൈനിയും കൂട്ടാം. ശരി. വിനയൻ, അച്ഛൻ എപ്പോഴെത്തി? sit down. I want to talk to you. 10 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഇപ്പോഴേ വൈകിയിരിക്കുകയാണ്. വന്നിട്ട് സംസാരിച്ച പോരെ? പോരാ, ഇരിക്കൂ. പിറന്നാൾ വിവരം നേരത്തെ പറയാത്തതിന്റെ ഗൗരവമാണ് അച്ഛന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? എന്നോടും ഓഡിറ്ററോടും ആലോചിക്കാതെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് ബോണസിനെ പറ്റി തീരുമാനിക്കാമായിരുന്നു. MD ആയപ്പോൾ ആരെയും വകവയ്ക്കണ്ട എന്നാണോ? അതുകൊണ്ടല്ല, പെട്ടെന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഞാനത് വിശദീകരിക്കാം. ഒരു വിശദീകരണമല്ല എനിക്ക് ആവശ്യം. കഴിഞ്ഞ കൊല്ലത്തെ പോലെ ബോണസ് കൂട്ടിക്കൊടുക്കാതെ നോക്കണം. അതെങ്ങനെ പറ്റും? കഴിഞ്ഞ കൊല്ലം കൊടുക്കാതിരുന്നതിന് ന്യായമായ കാരണമുണ്ടായിരുന്നു. ഇക്കൊല്ലം അത് ആവർത്തിച്ചാൽ അത് തൊഴിലാളികളെ വഞ്ചിക്കുന്ന പോലാവും. കമ്പനി ഉടമസ്ഥൻ ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. മനസാക്ഷിക്കെതിരായി ഞാനൊന്നും ചെയ്യില്ല. തൊഴിലാളികൾക്ക് ഞാൻ വാക്ക് കൊടുത്തുപോയി. കൊടുത്ത വാക്ക് ഞാൻ മാറ്റില്ല. എങ്കിൽ എനിക്ക് MD മാറ്റേണ്ടി വരും. അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഈ സ്വത്തൊന്നും കണ്ടിട്ടല്ല സുധയെ ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ആരുടെയും സഹായമില്ലാതെ തന്നെ അവളെ സംരക്ഷിക്കാമെന്ന് ധൈര്യമുള്ളതുകൊണ്ടാണ്. തെണ്ടിത്തിരിഞ്ഞ് നടന്ന നിനക്ക് ഒരു ജോലി ഞാൻ തന്നു. നല്ലവനെന്ന് കരുതി എന്റെ മകളെയും. എന്നോട് തർക്കുത്തരം പറയാൻ മാത്രം നീ അത്രമാത്രം വളർന്നു അല്ലേ? മകൾക്കൊരു ഭർത്താവിന് പകരം എന്ത് പറഞ്ഞാലും തലയാട്ടുന്ന ഒരു അടിമയാണ് ഉദ്ദേശം തോന്നുന്നു. എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഹട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയത് തെറ്റായി പോയോ എന്ന് എനിക്കും ഇപ്പോൾ സംശയം തോന്നുന്നു. അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത്? ഉപമ വളരെ നന്നായി. അതായത് മറ്റുള്ളവരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന ഒരു നികൃഷ്ട ജീവി. ആര്യ വീട്ടിൽ കഴിയുന്ന ഞാനത് കേൾക്കണം. ഇതൊക്കെ നീയും കേട്ടതാണ്. എന്നോടൊപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വരാൻ നീ തയ്യാറാവണം. എന്റെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാൻ. ഈ കൊട്ടാര ജീവിതം എനിക്ക് മടുത്തു. എന്റെ മകളെ എന്നിൽ നിന്ന് പിരിക്കാൻ വരാൻ നിനക്ക് മടിയില്ല അല്ലേ? ഒന്ന് കേട്ടോളൂ. അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ ഇവളെന്നെ വിട്ടു പോവില്ല. ഇവൾ എന്റെ മകളാണ്. ഇത്രയൊക്കെ ചോദിക്കാനും പറയാൻ ഇവിടെ എന്തുണ്ടായി? കൊടുക്കാന്ന് പറഞ്ഞ ബോണസ് പിൻവലിച്ചാൽ മതി. പ്രശ്നം അവസാനിച്ചു. ഞാനായിട്ടത് ചെയ്യില്ല. I don't want to hear anymore. വൈകുന്നേരം ഞാൻ വരുമ്പോൾ ബോണസ് പിൻവലിച്ച ഉത്തരവിന്റെ കോപ്പി എന്റെ മേശപ്പുറത്തുണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? പറഞ്ഞതെല്ലാം നീയും കേട്ടതാണല്ലോ. വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ കൂടെ വരാൻ നീ തയ്യാറാണോ? അച്ഛനൊരു പാവമാണ്. എന്നെ പിരിഞ്ഞൊരു നിമിഷം ജീവിക്കില്ല. ദേഷ്യത്തിന് എന്തോ പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ എത്ര കാര്യമാക്കരുത്. നീ പറഞ്ഞുകൊണ്ടുവരുന്ന എന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കോടീശ്വരനായ നിന്റെ അച്ഛനെ പിരിഞ്ഞ് പാവപ്പെട്ടവനായ എന്റെ കൂടെ വരാൻ നീ ഒരുക്കമല്ല അല്ലേ? വിനയൻ, നമുക്കിടയിൽ ഒരു വലിയ കന്മതിൽ. ആ മതിലിടിഞ്ഞാലേ നമ്മുടേതായ ഒരു ജീവിതം കിട്ടും. അതെനിക്ക് മനസ്സിലായി. മണി 6:30 ആയല്ലോ അമ്മവ. വിനയൻ നേരത്തെ എത്താമെന്ന് പറഞ്ഞതാണ്. അച്ഛനും വന്നില്ല. എന്താ മോളെ? എനിക്കെന്തോ സുഖം തോന്നുന്നില്ല അമ്മവ. തല ചുറ്റുന്ന പോലെ. കുടിക്കാൻ വല്ലതും? ഒന്നും വേണ്ട. ഒരു കാര്യം അങ്ങനെ നിസ്സാരമായിട്ട് എടുക്കരുത് മോളെ. ഈ പറഞ്ഞു നിൽക്കുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മളെ ലേഡി ഡോക്ടർ ഒന്ന് പോയി കാണാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു തടസ്സവും പറയണ്ട. സുഖമില്ല എന്ന് മോള് പറഞ്ഞ് ഞാൻ ആദ്യം കേൾക്കുക. ഞാൻ വണ്ടി വിളിച്ചോണ്ട് വരാം. സുധ എപ്പോഴും പരാതി പറയുമായിരുന്നില്ലേ? അതിന് പരിഹാരമായി. നേരെ ഡോക്ടർ. മിസ്റ്റർ വിനയനെ എന്റെ കൺഗ്രാറ്റുലേഷൻസ് അറിയിച്ചേക്കൂ. മരുന്നും മന്ത്രമൊന്നും ഇല്ലാതെ കാര്യം പറ്റിച്ചല്ലോ. നല്ല മഴ, ശുഭലക്ഷണം. എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. മോളുടെ മുഖത്തൊരു വിളർച്ച, നടത്തത്തിനൊരു തളർച്ച. ഏതായാലും ഇത് കേൾക്കുന്നതോടെ അങ്ങ് ദേഷ്യമൊക്കെ പമ്പ കടക്കും. കൊച്ചുകാളന്റെ വരവ് നല്ല സമയത്തായി.
അമ്മാവൻ ആൺകുട്ടിയാണെന്ന് ഉറപ്പിച്ചോ? നമ്പീശന്റെ വായിന്ന് വരുന്നത് ഒരിക്കലും പഴക്കൂല. വേണമെങ്കിൽ മോള് നോക്കിക്കോ. നല്ല മണി പോലത്തെ ആൺകുട്ടി അല്ലെങ്കിൽ എന്നെ ദേ ഇങ്ങനെ വിളിച്ചോ. എന്തോ ഒരാൾക്കൂട്ടം. നമുക്കിടയിൽ ഒരു വലിയ കന്മതിൽ. ആ മതിലിടിഞ്ഞാലേ നമ്മുടേതായ ഒരു ജീവിതം കിട്ടും. അതെനിക്ക് മനസ്സിലായി. പ്രതി തന്നെ കുറ്റം നിഷേധിക്കാത്ത നിലയ്ക്ക് ഈ കോടതിയുടെ ദയക്ക് പ്രതി അർഹനാണോ എന്ന് മാത്രമേ തീരുമാനിക്കേണ്ടതായുള്ളൂ. ഒരു നിമിഷ നേരത്തെ വൈകാരിക വിക്ഷോഭത്തിന് അടിമയായി ചെയ്തു പോയ കുറ്റമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പ്രതിയുടെ പ്രായം, വിദ്യാഭ്യാസം, സ്വഭാവ ഗുണങ്ങൾ എന്നിവയെ കണക്കിലെടുത്ത് ഒരു കൊലക്കുറ്റത്തിന് കൊടുക്കാവുന്ന കുറഞ്ഞ ശിക്ഷ കൊടുക്കാനാണ് ഈ കോടതിയുടെ തീരുമാനം. പ്രതിയെ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം 7 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചുകൊണ്ട് ഉത്തരവിടുന്നു. ഇന്നും വിനയം കുഞ്ഞിന്റെ ഒരു കത്തുണ്ട്. ജയിലില്ല അന്ന് മുതൽ എത്ര കത്തുകളായി എഴുതുന്നു. മോൾ ഈ കാണിക്കുന്നത് ശരിയല്ല. എന്റെ എല്ലാമായിരുന്നു അച്ഛൻ മരിച്ചന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം വിനയനും മരിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷെ ആര് വിചാരിച്ചാലും വേർപ്പെടുത്താനാവാത്തൊരു ബന്ധം മോളുടെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അമ്മാവാ, ഇന്നല്ലെങ്കിൽ നാളെ വിനയം കുഞ്ഞ് പുറത്തു വരും. എന്തൊക്കെ പറഞ്ഞാലും മോളുടെ കുഞ്ഞിന്റെ അച്ഛൻ അദ്ദേഹം അല്ലെന്ന് പറയാൻ മോളെ കൊണ്ടാവോ? ഏതോ ഒരു കയ്യബദ്ധത്തിന് അങ്ങനെ സംഭവിച്ചു. ചെയ്തതോർത്ത് അങ്ങേയറ്റം പശ്ചാത്തപിക്കുന്നുമുണ്ട്. കോടതിയിൽ എന്നെ കണ്ടപ്പോൾ മോളെ കുറിച്ച് പറഞ്ഞ് കുഞ്ഞുങ്ങളെപ്പോലെ പൊട്ടിക്കരഞ്ഞു. മോളുടെ കഴുത്തിൽ വിനയം കുഞ്ഞിന്റെ താലി ഉള്ളിടത്തോളം കാലം മോളാണ് എല്ലാം സഹിക്കാൻ ക്ഷമിക്കുകയും ചെയ്യേണ്ടത്. ശരിയാണ്. വിനയനെ കാണാൻ വീട്ടിൽ നിന്ന് ആരോ വന്നിരിക്കുന്നു. എന്നെങ്കിലും ഒരിക്കൽ നീ വരാതിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഒരിക്കലും വരരുതെന്ന് കരുതിയതാ. എന്തു ചെയ്യാം, നേരിട്ട് കാണാതെ നിവൃത്തിയില്ലെന്ന് വന്നു. കാരണം എനിക്കറിയാം സുധേ, നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ പേരിൽ നീ എന്നോട് ക്ഷമിച്ചു. ദൈവമായിട്ട് ഇണക്കി ഈ കണ്ണി നമ്മളായിട്ട് അറക്കരുതെന്ന് നീ തീരുമാനിച്ചു. ഈ കണ്ണി വളർന്ന് ജീവിതകാലം മുഴുവൻ എന്നെ ബന്ധിക്കുന്ന ചങ്ങലയാവരുത്. അതും എന്റെ അച്ഛന്റെ കൊലയാളിയുമായി എന്നെ ബന്ധിക്കുന്ന ചങ്ങല. അത് പൊട്ടിച്ചെറിയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. നീ പറയുന്നത്? വിവാഹമോചനം. വേണ്ട സുധേ, മറ്റു ബന്ധങ്ങളൊന്നുമില്ലെങ്കിലും നീ എന്റേതാണെന്നുള്ള ഓർമ്മകളിൽ ഞാൻ കഴിഞ്ഞോളാം. പാടില്ല. ഒരു കൊലയാളിയുടെ ഭാര്യയായിരിക്കാൻ എനിക്ക് മനസ്സില്ല, നിയമത്തിന്റെ മുന്നിൽ പോലും. ഇതാ. ഇതെന്താണ്? വിവാഹമോചനത്തിനുള്ള വക്കീൽ നോട്ടീസിന്റെ കോപ്പി. അപ്പോ എല്ലാം തീരുമാനിച്ചോണ്ട് തന്നെയാണോ നീ വന്നത്? എല്ലാം. നിങ്ങൾ എതിരെ നിൽക്കാതിരുന്നാൽ കോടതി കയറാതെ കഴിയും. 4 പേരറിഞ്ഞ് നാണക്കേട് കൂടാതെ കഴിക്കാം. അല്ല, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. ഉടനെ മറുപടി പറയണമെന്നില്ല. ആലോചിച്ചൊരു തീരുമാനം എടുത്ത് തന്നെ അറിയിച്ചാൽ മതി.